ഇന്ന് നമുക്ക് ന്യൂട്രോൺ സ്റ്റാറുകളെക്കുറിച്ച് നോക്കാം. പ്രപഞ്ചത്തിലെ ഏറ്റവും വന്യവും വിചിത്രവുമായ സ്ഥലങ്ങളിൽ ഒന്നാണ് ന്യൂട്രോൺ സ്റ്റാറുകൾ. ബ്ലാക്ക് ഹോളുകളെ മാറ്റി നിർത്തിയാൽ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാവിറ്റിയുള്ള കോസ്മിക് ഒബ്ജക്ട്സ് ആണ് ന്യൂട്രോൺ സ്റ്റാറുകൾ. നിങ്ങൾ ന്യൂട്രോണിയം എന്ന് കേട്ടിട്ടുണ്ടോ? ആ പേര് കേട്ടിട്ടുണ്ടാവണമെന്നില്ല. ന്യൂട്രോണിയം എന്ന ഒരു വസ്തു പ്രപഞ്ചത്തിലുണ്ട്. ഭൂമിയിലോ സൂര്യനിലോ സൗരയൂഥത്തിലോ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ന്യൂട്രോണിയം എന്ന് വിളിക്കപ്പെടുന്ന വസ്തു നമുക്ക് പ്രപഞ്ചത്തിൽ വേറെ എവിടെയും കാണാൻ സാധിക്കില്ല. ന്യൂട്രോൺ സ്റ്റാറുകളുടെ ഔട്ടർ കോറിൽ മാത്രമാണ് ഇത് കാണപ്പെടുക. പ്രപഞ്ചത്തിലെ ഏറ്റവും ഡെൻസിറ്റിയുള്ള പദാർത്ഥങ്ങളിൽ ഒന്നാണ് ന്യൂട്രോണിയം. നമുക്ക് ഡെൻസിറ്റി എന്താണെന്ന് വളരെ വിശദമായി ഈ വീഡിയോയിൽ തന്നെ പുറകാലെ നോക്കാം. ബ്ലാക്ക് ഹോളുകളുടെ സിംഗുലാരിറ്റിയിലെ ഇൻഫിനിറ്റായ ഡെൻസിറ്റി മാറ്റി നിർത്തിയാൽ പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടിയ ഡെൻസിറ്റി ഉള്ള സ്ഥലങ്ങളാണ് ന്യൂട്രോൺ സ്റ്റാറുകൾ. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. വെറും ചെറിയ ഒരു സ്പൂണിൻ്റെ വലിപ്പം മാത്രമുള്ള ന്യൂട്രോണിയം സൂചി ഭൂമിയിൽ കൊണ്ടുവരാൻ സാധിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ഊഹിക്കാമോ? ശ്രദ്ധിക്കുക, ഇത് വെറും ഒരു സാങ്കല്പിക ചോദ്യം മാത്രമാണ്. യാതൊരു സാഹചര്യത്തിലും ഭൂമിയിൽ ഉള്ളതോ ഭൂമിയിൽ കൊണ്ടുവരാൻ സാധിക്കുന്നതോ ആയ ഒരു സാധനമല്ല ന്യൂട്രോണിയം. ന്യൂട്രോൺ സ്റ്റാറുടെ വെളിയിൽ ന്യൂട്രോണിയത്തിന് നിലനിൽപ്പില്ല. യാതൊരു കാരണവശാലും ന്യൂട്രോണിയം കൊണ്ടുവരാൻ നമുക്ക് ന്യൂട്രോൺ സ്റ്റാറിൽ പോകാനും സാധിക്കില്ല. പക്ഷേ എങ്ങനെയെങ്കിലും ന്യൂട്രോണിയം ഭൂമിയുടെ ഉപരിതലത്തിൽ കൊണ്ടുവരാൻ സാധിച്ചു എന്ന് വിചാരിക്കുക. അതിഭീകരമായ സ്ഫോടനമായിരിക്കും ഉടൻ നടക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ കഥയിൽ സ്ഫോടനം നടക്കുന്നില്ല എന്ന് വിചാരിക്കുക. ഭൂമിയിൽ ന്യൂട്രോണിയം സ്റ്റേബിൾ ആണെന്ന് വിചാരിക്കുക. ഈ കഥയിൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ, ഒരു ബട്ടർ ബ്ലോക്കിൽ സ്നൈപ്പർ ഗൺ വെച്ച് വെടിവെച്ചാൽ എങ്ങനെ ബുള്ളറ്റ് ബട്ടറിൽ കൂടി കടന്നു പോകും എന്നതുപോലെ ന്യൂട്രോണിയം സൂചി ഭൂമിയുടെ ഒരു വശത്ത് നിന്ന് ഭൂമിയുടെ കോർ തുളച്ച് മറുവശത്തേക്ക് പോകാനാണ് സാധ്യത. ഭൂമിയിലെ വസ്തുക്കൾക്ക് ന്യൂട്രോണിയത്തിൻ്റെ അതിഭീകരമായ ഭാരം താങ്ങാൻ ശേഷിയുണ്ടാവില്ല. അത്രയ്ക്ക് ഡെൻസിറ്റി വ്യത്യാസമുണ്ട് ന്യൂട്രോണിയത്തിനും ഭൂമിയിലെ വസ്തുക്കൾക്കും. ഇനി അത് വേറെ രീതിയിൽ പറഞ്ഞാൽ, ഒരു സ്പൂൺ നിറയെ ന്യൂട്രോണിയം ഭൂമിയിൽ കൊണ്ടുവരാൻ സാധിച്ചാൽ അതിന് ഏകദേശം 1 ട്രില്യൺ കിലോയ്ക്ക് മുകളിൽ മാസ് ഉണ്ടാകും. നമ്മൾ മുൻപ് പറഞ്ഞ ന്യൂട്രോണിയം നീഡിൽ കഥയുടെ പിന്നിലുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് മുൻപ് നമുക്ക് 3 വാക്കുകളുടെ അർത്ഥം അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, മാസ്. മാസ് എന്ന് പറയുന്നത് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥത്തിൻ്റെ അളവിനെയാണ്. മാസ് അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് കിലോഗ്രാം ആണ്. 2, ഗ്രാവിറ്റി അഥവാ ഗുരുത്വാകർഷണം. ഗ്രാവിറ്റി എന്ന് വിളിക്കുന്നത് ഒരു കോസ്മിക് ഒബ്ജക്റ്റ്, ഉദാഹരണമെടുത്താൽ ഭൂമി വസ്തുക്കളെ അതിൻ്റെ കോറിലേക്ക് ആകർഷിക്കുന്ന ബലത്തിനെയാണ്. സ്പേസ് ടൈം കർവേച്ചറാണ് ഗ്രാവിറ്റിയുടെ കാരണം. 3, ഡെൻസിറ്റി. ഡെൻസിറ്റി എന്താണെന്ന് നോക്കുന്നതിന് മുൻപ് നമുക്ക് വോളിയം എന്താണെന്ന് അറിയണം. വോളിയം എന്ന് പറയുന്നത് ഒരു വസ്തു സ്പേസിൽ നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. വോളിയം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് മീറ്റർ ക്യൂബാണ്. വളരെ ലളിതമായി പറഞ്ഞാൽ, 1 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും 1 മീറ്റർ ഉയരവുമുള്ള ഒരു ക്യൂബിൻ്റെ വോളിയമാണ് 1 മീറ്റർ ക്യൂബ്. ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് പെർ യൂണിറ്റ് വോളിയമാണ്. അതായത് 1 മീറ്റർ വീതിയും 1 മീറ്റർ നീളവും 1 മീറ്റർ ഉയരവുമുള്ള ഒരു പ്രത്യേക മെറ്റീരിയൽ വെച്ച് നിർമ്മിച്ച ക്യൂബ് എത്ര കിലോ മാസ് ഉണ്ടെന്നുള്ളതാണ് ആ മെറ്റീരിയലിൻ്റെ ഡെൻസിറ്റി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. വോളിയത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബുമാണ്. അപ്പോൾ ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് kg പെർ മീറ്റർ ക്യൂബാണ്. ഡെൻസിറ്റി ഓരോ മെറ്റീരിയലിനും വേറെ വേറെയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ശുദ്ധമായ വെള്ളത്തിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഏകദേശം 1000 കിലോ പെർ മീറ്റർ ക്യൂബാണ്. അതായത് 1 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും 1 മീറ്റർ ഉയരവുമുള്ള ഒരു വെള്ളത്തിൻ്റെ ക്യൂബിന് 1000 കിലോഗ്രാം മാസ് ഉണ്ടാകും. വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, അത് ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച 1 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും 1 മീറ്റർ ഉയരവുമുള്ള ക്യൂബാണെങ്കിൽ 7874 കിലോഗ്രാം മാസ് ഉണ്ടാകും. അതേസമയം സ്വർണത്തിൻ്റെ ഡെൻസിറ്റി 19320 kg പെർ മീറ്റർ ക്യൂബാണ്. അതായത് 1 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും 1 മീറ്റർ ഉയരവുമുള്ള ഒരു സ്വർണത്തിൻ്റെ ക്യൂബിന് 19320 കിലോഗ്രാം മാസ് ഉണ്ടാകും. ഇനിയിപ്പോൾ നമ്മൾ കുറച്ചു മുൻപ് പറഞ്ഞ ന്യൂട്രോണിയം എന്ന വസ്തുവിൻ്റെ ഡെൻസിറ്റി എത്രയാണെന്ന് ആലോചിക്കാമോ? 3 × 10⁻17 kg പെർ മീറ്റർ ക്യൂബ്. ഇനി ഇതൊന്ന് ശ്രദ്ധിക്കൂ. വെള്ളത്തിലേക്ക് ഒരു ഇരുമ്പ് സൂചി ഇട്ടാൽ എന്തുകൊണ്ട് ഇരുമ്പ് സൂചി വെള്ളത്തിനടിയിലേക്ക് താണു പോകുന്നു? ഇരുമ്പിൻ്റെ ഡെൻസിറ്റി വെള്ളത്തിൻ്റെ ഡെൻസിറ്റിയേക്കാൾ കൂടുതലായതുകൊണ്ടാണ് ഇരുമ്പിൻ്റെ സൂചി വെള്ളത്തിൽ താഴ്ന്നു പോകുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ ന്യൂട്രോണിയം സൂചി കൊണ്ടുവരാൻ സാധിച്ചാൽ ഇരുമ്പിൻ്റെ സൂചി വെള്ളത്തിൽ താണിറങ്ങിയതിനേക്കാൾ വേഗത്തിൽ ഭൂമിയിൽ താഴ്ന്നിറങ്ങി ഭൂമിയുടെ കോറും താണ്ടി മറുവശത്തേക്ക് പോകും. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് ന്യൂട്രോൺ സ്റ്റാറിൻ്റെ ഉപരിതലത്തിലെ വസ്തുവായ ന്യൂട്രോണിയത്തെക്കുറിച്ചാണ്. ന്യൂട്രോൺ സ്റ്റാറിൻ്റെ ഉപരിതലത്തിൽ നിന്നും കോറിലേക്ക് പോകുമ്പോൾ കാര്യങ്ങൾ വീണ്ടും മാറും. സ്ട്രേഞ്ച് മാറ്റർ എന്ന് വിളിക്കപ്പെടുന്ന സാങ്കല്പിക വസ്തുവാണ് ന്യൂട്രോൺ സ്റ്റാറിൻ്റെ കോറിൽ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്.
അതിനെക്കുറിച്ച് ശാസ്ത്രലോകത്തിന് ഇപ്പോഴും അത്ര നല്ല വ്യക്തതയില്ല. നമുക്ക് സ്ട്രേഞ്ച് മാറ്ററിനെക്കുറിച്ച് വേറൊരു വീഡിയോയിൽ നോക്കാം. ന്യൂട്രോൺ സ്റ്റാറുകളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സൂപ്പർനോവ എക്സ്പ്ലോഷൻ എന്താണെന്ന് അറിയണം. നമുക്ക് സൂപ്പർനോവ എക്സ്പ്ലോഷൻ എന്താണെന്ന് വളരെ ലളിതമായി ഇപ്പോൾ നോക്കാം. സൂപ്പർനോവ എക്സ്പ്ലോഷൻ എന്താണെന്ന് കുറച്ചുകൂടി വിശദമായി വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സൂപ്പർനോവ എക്സ്പ്ലോഷനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കാണാം. സൂപ്പർനോവ എക്സ്പ്ലോഷൻ വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. സൂപ്പർനോവ എക്സ്പ്ലോഷനിലൂടെയാണ് ന്യൂട്രോൺ സ്റ്റാറുകൾ ഉണ്ടാകുന്നത്. നമ്മുടെ സൂര്യനേക്കാൾ വളരെയേറെ വലിപ്പവും മാസുമുള്ള ഒരു നക്ഷത്രത്തിൻ്റെ ജീവിതം തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കാൻ ആവശ്യമായുള്ള ഇന്ധനം തീർന്ന് ജീവിതം അവസാനിക്കുമ്പോൾ നടക്കുന്ന അതിഭയങ്കരമായ പൊട്ടിത്തെറിയാണ് സൂപ്പർനോവ എക്സ്പ്ലോഷൻ. ഇന്ധനം തീർന്ന് ഊർജ്ജോൽപാദനം നിലയ്ക്കുമ്പോൾ ആ ഭീമാകാരമായ നക്ഷത്രം മുഴുവൻ അതിൻ്റെ കോറിലേക്ക് വീഴുന്നു. ഒരു ഭീമാകാരമായ നക്ഷത്രത്തിൻ്റെ വസ്തുക്കൾ മുഴുവൻ അതിൻ്റെ കോറിലേക്ക് പതിക്കുമ്പോൾ ന്യൂട്രോൺ ഡീജനറസി പ്രഷർ എന്ന പ്രതിഭാസം ആ വീഴ്ചയെ തടയുന്നു. അപ്പോഴാണ് സൂപ്പർനോവ എക്സ്പ്ലോഷൻ നടക്കുന്നത്. നമ്മുടെ സൂര്യനേക്കാൾ ഏകദേശം 8 മുതൽ 25 വരെ മടങ്ങ് മാസുള്ള നക്ഷത്രങ്ങളിലാണ് സൂപ്പർനോവ എക്സ്പ്ലോഷനിലൂടെ ന്യൂട്രോൺ സ്റ്റാറുകൾ ഉണ്ടാകുന്നത്. സൂര്യനേക്കാൾ 25 മടങ്ങിന് മുകളിൽ മാസുള്ള നക്ഷത്രങ്ങൾ ഇന്ധനം തീർന്ന് ജീവിതം അവസാനിക്കുമ്പോൾ സൂപ്പർനോവ എക്സ്പ്ലോഷനിലൂടെ ബ്ലാക്ക് ഹോളുകളായാണ് മാറുന്നത്. സൂപ്പർനോവ എക്സ്പ്ലോഷൻ ഉണ്ടാകുമ്പോൾ കുറേയേറെ മാസ് നക്ഷത്രത്തിൽ നിന്നും വെളിയിലേക്ക് തെറിച്ചു പോകുന്നു. ബാക്കിയാകുന്ന നക്ഷത്രത്തിൻ്റെ ഭാഗങ്ങൾക്ക് ഏകദേശം സൂര്യൻ്റെ മാസ് ഉണ്ടാകും. പക്ഷേ അതിഭീകരമായ ഗ്രാവിറ്റി ആ സൂര്യൻ്റെ മാസുള്ള വസ്തുക്കളെ ഞെരിച്ചമർത്തി ഏകദേശം 20 മുതൽ 25 കിലോമീറ്റർ വരെ ഡയമീറ്റർ ഉള്ള ഒരു ഗോളമാക്കി മാറ്റും. അതായത് ഒരു ഇടത്തരം സിറ്റിയുടെ ഡയമീറ്റർ. അതാണ് ന്യൂട്രോൺ സ്റ്റാർ. ന്യൂട്രോൺ സ്റ്റാറുകൾ അതിവേഗം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ വിവിധ ന്യൂട്രോൺ സ്റ്റാറുകൾ കറങ്ങുന്ന വേഗതയ്ക്ക് വ്യത്യാസം ഉണ്ടായേക്കാം. ചില ന്യൂട്രോൺ സ്റ്റാറുകൾ കുറച്ച് സെക്കൻഡുകൾ എടുത്ത് ഒരു പ്രാവശ്യം കറങ്ങുന്നു. വളരെ വേഗം കറങ്ങുന്ന ന്യൂട്രോൺ സ്റ്റാറുകൾ ഒരു സെക്കൻഡിൽ 700 പ്രാവശ്യം വരെ കറങ്ങാറുണ്ട്. ഒരു പുതിയ ന്യൂട്രോൺ സ്റ്റാറിന് 1 കോടി കെൽവിൻ വരെ സർഫസ് ടെമ്പറേച്ചർ ഉണ്ടായേക്കാം. നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ മാത്രം 100 കോടി ന്യൂട്രോൺ സ്റ്റാറുകൾ ഉണ്ടെന്ന് കരുതപ്പെടുന്നു. ന്യൂട്രോൺ സ്റ്റാറുകളെ സ്വഭാവമനുസരിച്ച് പല രീതിയിൽ തിരിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായത് ഇവയാണ്: 1 കോമൺ ന്യൂട്രോൺ സ്റ്റാർസ്, 2 പൾസേഴ്സ്, 3 മാഗ്നറ്റാർസ്, 4 എക്സ്റേ ന്യൂട്രോൺ സ്റ്റാർസ്. 1 കോമൺ ന്യൂട്രോൺ സ്റ്റാർസ്. അവയെ നമുക്ക് സാധാരണ ന്യൂട്രോൺ സ്റ്റാറുകൾ എന്ന് വിളിക്കാം. സാധാരണ ന്യൂട്രോൺ സ്റ്റാറുകൾ മറ്റുള്ള ആകാശഗോളങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതായതുകൊണ്ട് സാധാരണ ന്യൂട്രോൺ സ്റ്റാറുകളെ കണ്ടെത്തുക അത്ര എളുപ്പമല്ല. അതുമാത്രമല്ല, സാധാരണ ന്യൂട്രോൺ സ്റ്റാറുകൾ വളരെ ചെറിയ റേഡിയേഷൻ മാത്രമേ വെളിയിൽ വിടാറുള്ളൂ. ഈ ടൈപ്പ് ന്യൂട്രോൺ സ്റ്റാറുകൾ സമീപത്തുള്ള മറ്റ് ആകാശഗോളങ്ങളിൽ ഉണ്ടാക്കുന്ന ഗ്രാവിറ്റേഷണൽ എഫക്റ്റ് നോക്കിയിട്ടാണ് ആസ്ട്രോണമേഴ്സ് ഇവരെ കണ്ടുപിടിക്കുന്നത്. 2 പൾസേഴ്സ്. പൾസറുകൾ വേറൊരു തരം ന്യൂട്രോൺ സ്റ്റാറുകളാണ്. പൾസറുകൾ വളരെ വേഗം ചുറ്റുന്ന തരം ന്യൂട്രോൺ സ്റ്റാറുകളാണ്. സെക്കൻഡിൽ 700 പ്രാവശ്യം വരെ പൾസറുകൾ ചുറ്റാറുണ്ട്. പൾസറുകളെക്കുറിച്ച് പറയുമ്പോൾ എളുപ്പം മനസ്സിലാക്കാനായി ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾ കടൽത്തീരത്തെ ലൈറ്റ് ഹൗസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? വളരെ ശക്തിയുള്ള ഒരു ലൈറ്റ് ബീം വളരെ ദൂരത്തേക്ക് അടിച്ചിട്ടാണ് ലൈറ്റ് ഹൗസ് പ്രവർത്തിക്കുന്നത്. ഏകദേശം അതുപോലെ തന്നെയാണ് പൾസറുകൾ. പൾസറുകൾ വളരെ ശക്തിയുള്ള റേഡിയോ വേവ്സ്, എക്സ്റേസ് അല്ലെങ്കിൽ ഗാമ റേസ് അവയുടെ പോളുകളിൽ നിന്നും പുറപ്പെടുവിക്കുന്നു. 3 മാഗ്നറ്റാർസ്. മാഗ്നറ്റാറുകൾ വളരെ വിരളമായ ന്യൂട്രോൺ സ്റ്റാറുകളാണ്. ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിനേക്കാൾ കോടാനുകോടി മടങ്ങ് ശക്തിയുള്ളതാണ് മാഗ്നറ്റാറുകളുടെ മാഗ്നറ്റിക് ഫീൽഡ്. ഏകദേശം 10,000 മുതൽ 40,000 വർഷങ്ങൾ കൊണ്ട് മാഗ്നറ്റാറുകളുടെ ശക്തി ഇല്ലാതായി ഒരു സാധാരണ ന്യൂട്രോൺ സ്റ്റാറായി മാറുന്നു. 4 എക്സ്റേ ന്യൂട്രോൺ സ്റ്റാർസ്. എക്സ്റേ ന്യൂട്രോൺ സ്റ്റാർസ് വേറൊരു തരം ന്യൂട്രോൺ സ്റ്റാറുകളാണ്. അതിശക്തമായി എക്സ്റേ റേഡിയേഷൻ ഉണ്ടാക്കാൻ കഴിവുള്ള ന്യൂട്രോൺ സ്റ്റാറുകളാണ് എക്സ്റേ ന്യൂട്രോൺ സ്റ്റാർസ്. എക്സ്റേ ഉണ്ടാകാൻ പല കാരണങ്ങളുണ്ടെങ്കിലും അടുത്തുള്ള ഒരു സാധാരണ നക്ഷത്രത്തിൽ നിന്ന് ഗ്രാവിറ്റി കാരണം വലിച്ചെടുക്കുന്ന വാതകങ്ങൾ ഏകദേശം 1 കോടി കെൽവിൻ വരെ ചൂടായി അക്രീഷൻ ഡിസ്ക് ഉണ്ടാകുന്നതാണ് എക്സ്റേ ഉണ്ടാകാനുള്ള ഒരു കാരണം. ന്യൂട്രോൺ സ്റ്റാറുകളെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേറൊരു ഫിസിക്സ് ടോപ്പിക്കുമായി വീണ്ടും വരാം. ബൈ.